ഹായ്, തലശ്ശേരി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ്. പക്ഷേ അത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട് തലശ്ശേരിയിൽ കാണാനായിട്ട്. ഫോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ബീച്ച് സൈഡിലേക്കായിരുന്നു കേട്ടോ. കുറേ പരുന്തൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്, കടൽക്കാറ്റുണ്ട്. ഇനി അതിന് ഓപ്പോസിറ്റ് സൈഡ് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കേട്ടോ. കല്ലുമ്മക്കായ കച്ചവടക്കാർ, മീൻ കച്ചവടക്കാർ, അങ്ങനെയുള്ള ചെറിയ തിരക്കുള്ളൊരു ഏരിയ തന്നെയാണ് ഈ കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. തലശ്ശേരിയുടെ പഴയ കടൽപ്പാലം കാണാവേ. ഇത് വെറും ഒരു പാലം മാത്രമല്ല, ബ്രിട്ടീഷുകാർ പണ്ട് ചരക്കുകളൊക്കെ കപ്പലിലേക്ക് കയറ്റാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ പിയറാണ് കേട്ടോ. ഏകദേശം 110 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കടൽപ്പാലത്തിന്. ഇന്നിത് പകുതി തകർന്ന് കടലിലേക്ക് നോക്കി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കതിലേക്ക് കയറാനൊന്നും പറ്റില്ലായിരുന്നു. എന്തായാലും അതുവഴി ഒരു വോക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നേരം കടൽക്കാറ്റൊക്കെ ഏറ്റ് നടന്നു. ഈ പോകുന്ന വഴിയെല്ലാം കുറേ പെയിൻറ്റിങ്സ് കാണാമായിരുന്നു കേട്ടോ. ഓരോ പെയിൻറ്റിങ്സും തലശ്ശേരിയുടെ കല, സംസ്കാരം, സർക്കസ്, പാരമ്പര്യം എന്നിവ പറഞ്ഞു തരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടൊക്കെ അതിൻ്റെ ഈ തലശ്ശേരിയുടെ ഭംഗി നിലനിർത്താനൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ പെയിൻറ്റിങ് ചെയ്തു വെച്ചിട്ടുള്ളത്. തലശ്ശേരിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ 3 കാര്യങ്ങളാണ് കേട്ടോ. 3C എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ബേക്കറി മമ്പള്ളി ബേക്കറി 1883 തലശ്ശേരിയിലാട്ടോ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കേക്കുകളുടെ നഗരം എന്ന് തലശ്ശേരി അറിയപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ഇടങ്ങളിലൊന്നും തലശ്ശേരിയാണ്. പഴയ മുനിസിപ്പൽ സ്റ്റേഡിയം ഇന്നും ആ ഹിസ്റ്ററിയിലുണ്ട്. പിന്നുള്ളത് സർക്കസാണ് കേട്ടോ. ഇന്ത്യൻ സർക്കസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിക്കാരനാണ്. സർക്കസ് കലയെ തന്നെ പ്രൊഫഷനായി വളർത്തിയത് ഇവിടുന്നാണ്. തലശ്ശേരിയിലെ പലഹാരങ്ങൾ തേടിയായിരുന്നു നമ്മൾ നടന്നത് മൊത്തം. ഇവിടുത്തെ ഫുഡിനൊരു പ്രത്യേകതയുണ്ട്. അറബിക്കും പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് എല്ലാത്തിൻ്റെയും സ്വാധീനം ഇവിടുത്തെ ഫുഡിലുണ്ട് കേട്ടോ. വേറൊരിടത്തും ഈ ഒരു ടേസ്റ്റിൽ കിട്ടില്ല. ഉന്നക്കായ, മുട്ടമാല, ചട്ടിപ്പത്തിരി, കല്ലുമ്മക്കായ, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. പറ്റുന്നത്ര സാധനങ്ങൾ വയറ് ഫുള്ളായിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള തലശ്ശേരിയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.